നടൻ നിവിൻ പോളി ദുബായിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ പീഡനം നടന്നുവെന്ന് ആരോപിക്കുന്ന ദിവസങ്ങളിൽ നടൻ കൊച്ചിയിലായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഹോട്ടൽ ബിൽ പുറത്ത്. ദുബായിൽ വെച്ച് 2023 ഡിസംബർ 15 ഹോട്ടൽ മുറിയിൽ പീഡിപ്പിച്ചുവെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. എന്നാൽ 2023 ഡിസംബർ 14, 15 തീയതികളിൽ കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിൽ നിവിൻ പോളി താമസിച്ചതിൻ്റെ ഹോട്ടൽ ബിൽ നടനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുറത്തുവിട്ടു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഈ കേസിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടാവുന്നത്. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഒരു യുവതിയുടെ പരാതി. പക്ഷേ ആ പരാതിയിൽ പറയുന്ന തീയതിയിൽ നടൻ നിവിൻ പോളി കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിൽ താമസിച്ചതിൻ്റെ രേഖകളാണല്ലോ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ പരാതി ഉയർന്ന തൊട്ട് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം പരാതി വ്യാജമാണെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉയർന്നു വരികയും അത്തരത്തിലുള്ള ചർച്ചകൾ വ്യാപകമായി വരികയും ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നടനുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ ഈ പരാതിയിൽ ഉന്നയിക്കുന്ന ദിവസങ്ങളിൽ നിവിൻ പോളി നാട്ടിൽ തന്നെ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില ഹോട്ടൽ ബില്ലുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2023 ഡിസംബർ 15 ദുബായിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അതേ ദിവസങ്ങളിൽ തന്നെ 2023 ഡിസംബർ 15, 14, 15, 16 തീയതികളിൽ നിവിൻ പോളി എറണാകുളത്തുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിയിക്കുന്ന ബില്ലുകളാണ്, ഹോട്ടൽ ബില്ലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2013 ഡിസംബർ 14 2:30 ഉച്ചയ്ക്ക് 2:30 കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിൽ താമസിക്കുകയും 15-ാം തീയതി 4:30 ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുകയും ചെയ്തതായാണ് ഈ ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള 2 ദിവസങ്ങളിലും 15, 16 തീയതികളിലും നടൻ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളടക്കമാണ് ഇപ്പോൾ നടനുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു നടനും സംഘവും എറണാകുളത്ത് ഉണ്ടായിരുന്നത്. 15-ാം തീയതി ക്രൗൺ പ്ലാസയിലെ ഷൂട്ട്, അതിനടുത്ത 2 ദിവസങ്ങളിലും കൊച്ചിയിലെ പ്രധാനപ്പെട്ട മാളുകളിലായിരുന്നു ഈ ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നിരുന്നത്. അതിനുശേഷം ഒരു വെബ് സീരീസിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നടൻ അതിന്റെ ഷൂട്ടിങ്ങിലേക്ക് കൊച്ചിയിൽ തന്നെ പോവുകയും ചെയ്തുവെന്നും നടനുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഇത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചിത്രങ്ങൾ സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ചിത്രീകരണം നടന്നിരുന്ന സമയത്തെ ഈ ദിവസങ്ങളിൽ ചിത്രീകരിച്ചു എന്ന് പറയുന്നതിന്റെ ചിത്രങ്ങളടക്കം, സ്ക്രീൻഷോട്ടുകളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ തെളിവ് എത്രത്തോളം എത്രത്തോളം ഈ പരാതി എത്രത്തോളം കൃത്യമാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരികയും അത് ഈ പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ ഇത് വ്യാജമാണ്, നടന് മേലെ ആരോപിക്കപ്പെടുന്ന ചില വ്യാജ പരാതിയാണെന്നുള്ള ആക്ഷേപങ്ങളും ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വരികയും ചെയ്തിരുന്നു. അത് ബലപ്പെടുത്തുന്ന രീതിയിൽ തന്നെയുള്ള നിവിൻ പോളി എതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വ്യാജ പരാതിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ആരോപണം ഉന്നയിക്കുന്ന ഏറ്റവും നിർണായകമായ ആരോപണം ഉന്നയിക്കുന്ന ദുബായിൽ വെച്ച് നിവിൻ പോളി സംഘവും പീഡിപ്പിച്ചു എന്ന് പറയുന്ന അതേ ദിവസം തന്നെ നിവിൻ പോളി എറണാകുളത്താണ് എന്ന് തെളിയിക്കുന്ന കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ബില്ലുകളിൽ കൃത്യമായ ഡേറ്റ് ഉണ്ട്, സമയമടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ വിശ്വസനീയത എത്രത്തോളമാണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നു. നിവിൻ പോളി അടക്കം 6 പേര് ചേർന്ന് പീഡനം നടത്തി എന്നാണ് ഈ പരാതിക്കാരി, തൊടുപുഴ സ്വദേശിയായ പരാതിക്കാരി പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. ഈ ദിവസങ്ങളിലാണ് എറണാകുളം ഊന്നുങ്കൽ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം നടനടക്കമുള്ള 6 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നത്. ഈ പരാതി എടുത്ത് തൊട്ട് അടുത്ത നിമിഷം തന്നെ നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും കൃത്യമായി തന്നെ ഇത് വ്യാജ പരാതിയാണ്, ഇങ്ങനെയൊരു യുവതിയെ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ഏതെങ്കിലും രീതിയിൽ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ നേരിട്ട് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഇവരാരാണെന്ന് തനിക്ക് അറിയില്ല, നേരത്തെ മാസങ്ങൾക്ക് മുൻപ് തനിക്കെതിരെ പരാതി ഉന്നയിക്കുകയും ആ പരാതി തെറ്റാണെന്ന് പോലീസിനെ ബോധ്യപ്പെടുകയും ചെയ്തതാണ് അടക്കമുള്ള കാര്യങ്ങൾ നിവിൻ പോളി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പരാതിയുടെ വിശ്വസനീയത എത്രത്തോളം ഉണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വരികയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ നടനുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ കൃത്യമായി ഈ ദിവസങ്ങളിൽ നടൻ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഹോട്ടൽ ബില്ലുകളും കൃത്യമായ സമയവും തീയതിയും അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ചെക്കിനും ചെക്ക്ഔട്ട് സമയങ്ങൾ അടക്കം ക്രൗൺ പ്ലാസയിൽ ചെക്ക് ഇൻ ചെയ്ത സമയവും ചെക്ക്ഔട്ട് ചെയ്ത സമയവും അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ
എറണാകുളത്തെ മാളിൽ നടന്ന പരിപാടിയുടെ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളടക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളി പങ്കെടുത്തിരിക്കുന്നതിന്റെ ആ ചിത്രീകരണത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ വിനീത് ശ്രീനിവാസനോടക്കം ഉള്ള ചിത്രങ്ങളാണ്. സ്ക്രീൻഷോട്ടുകളിൽ ഡേറ്റുകളടക്കം രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ 14, 15, 16 2023 ഡിസംബർ 14, 15, 16 3 ദിവസങ്ങളിലും നടൻ കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നതിന് വ്യക്തമായ തെളിവും ലഭിച്ചിരിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് അന്വേഷണ സംഘമാണ്. ഏത് രീതിയിലാണ് ഈ പരാതിക്കാരിയുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുമായി അവർ കൂട്ടിയോജിപ്പിച്ച് ഈ ഒരു പരാതി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇനി ഉറ്റുനോക്കാനുള്ളത്. വിനീത്, വളരെ വ്യക്തമാണ്. നിവിൻ പോളി ഈ പരാതിക്കാരി ഉന്നയിച്ച തീയതികളിൽ വിനീത് ശ്രീനിവാസന്റെ സിനിമയിൽ അഭിനയിക്കുന്നതിനായി കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിൽ താമസിച്ചതിൻ്റെ ഹോട്ടൽ ബിൽ, ചെക്ക് ഇൻ, ചെക്ക് ഔട്ട് അടക്കമുള്ള രേഖകളാണ് പുറത്തു വരുന്നത്. ഇതിനി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാക്കി അവർക്ക് കൂടി അത് ബോധ്യപ്പെട്ടാൽ ഈ കേസിലെ പൊള്ളത്തരങ്ങൾ പുറത്തു വരും. ആ ഡേറ്റിൽ അദ്ദേഹം ദുബായിലില്ലായിരുന്നു എന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. കൃത്യമായ വിവരങ്ങളാണ് മിഥുൻ മുരളി ഇപ്പോൾ പങ്കുവച്ചത്. ലൈൻ